ഓർത്തഡോക്സ് സഭ ചെന്നൈ ഭദ്രാസനത്തിലെ ഭദ്രാസന പ്രതിനിധികൾ പരിശുദ്ധ കാതോലിക്ക ബാവയ്ക്കും അസോസിയേഷൻ സെക്രട്ടറിക്കും പരിശുദ്ധ സുന്നഹദോസിന് മുമ്പാകെ നിവേദനം നൽകിയിരിക്കുകയാണ്. മലങ്കര സഭയുടെ നിയമങ്ങളും കീഴ്വഴക്കങ്ങളും ലംഘിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന മദ്രാസ് ഭദ്രാസനത്തിന്റെ കഴിഞ്ഞ ആഴ്ചയിൽ നടത്തപ്പെട്ട പൊതുയോഗത്തെ സംബന്ധിച്ച് സമഗ്ര അന്വേഷണം അടിയന്തരമായി നടത്തണമെന്നാണ് നിവേദനത്തിലെ ആവശ്യം തന്നെ. പൊതുയോഗത്തിൽ ശരിയായ രീതിയിൽ കണക്ക് അവതരിപ്പിക്കാതെ പാസാക്കിയ നടപടി തികച്ചും അപലപനീയമാണ്. ഭദ്രാസന കൗൺസിൽ യോഗം വിളിച്ചു ചേർത്തിട്ട് 6 മാസമായിരിക്കുകയാണ്. തികച്ചും ഭരണസ്തംഭനം നേരിടുന്ന ഒരു ഭദ്രാസനമായി മദ്രാസ് ഭദ്രാസനം മാറിയിരിക്കുകയാണ്. സഭയുടെ നിയമമനുസരിച്ച് കൃത്യമായ ഓഡിറ്റിങ്ങോ കണക്ക് അവതരണമോ ബഡ്ജറ്റ് തയ്യാറാക്കി അവതരിപ്പിക്കലോ ഒന്നും സമിതികളിലോ പൊതുയോഗത്തിലോ ചെയ്യുന്നില്ല. ഒന്നെങ്കിൽ ഭദ്രാസന സെക്രട്ടറി മെത്രാപ്പൊലീത്തയെ തെറ്റിദ്ധരിപ്പിച്ചു, അല്ലെങ്കിൽ അദ്ദേഹം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഓരോ വർഷവും അവതരിപ്പിക്കാത്ത കണക്കുകൾ പാസ്സാക്കുന്നു. ഓഡിറ്റ് റിപ്പോർട്ട് ഇല്ലാതെയും ഓഡിറ്ററുടെ പേരോ ഓഡിറ്റിംഗ് നടത്തുന്ന കമ്പനിയുടെ പേരോ ഇല്ലാതെ എങ്ങനെയാണ് കണക്കുകൾ പൊതുയോഗ അംഗങ്ങൾക്ക് നൽകുവാൻ സാധിക്കുന്നത്? ഇടവകകളിൽ പോലും നടക്കാൻ പാടില്ലാത്തത് ഒരു ഭദ്രാസന പൊതുയോഗത്തിൽ നടത്തുന്നത് നിയമപരമാണോ? സൊസൈറ്റി ആക്ട് അനുസരിച്ച് ട്രസ്റ്റിന്റെ കണക്കുകൾ അതാത് വർഷം അവതരിപ്പിച്ച് പാസ്സാക്കിയില്ല എങ്കിൽ ട്രസ്റ്റിന്റെ രജിസ്ട്രേഷൻ തന്നെ നഷ്ടമായേക്കാം. മലങ്കര സഭയും ഒരു ട്രസ്റ്റ് ആണല്ലോ. സഭയുടെ ഒരു ഭദ്രാസനത്തിലെ കണക്കുകൾ നിയമപരമല്ലാതെയും അശാസ്ത്രീയമായും ചെയ്താൽ ആരാണ് ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത്? ഇങ്ങനെയിരിക്കെ കഴിഞ്ഞ പൊതുയോഗത്തിൽ ഭദ്രാസന കണക്കുകൾ നേരാവണ്ണം അവതരിപ്പിക്കുകയോ ശരിയായ മാർഗത്തിൽ പാസ്സാക്കുകയോ ചെയ്തിട്ടില്ല. ഭദ്രാസന ട്രസ്റ്റിന്റെ കണക്കുകൾ ഓഡിറ്റ് ചെയ്തുകൊണ്ട് വരികയോ അവതരിപ്പിക്കുകയോ ചെയ്തിട്ടുമില്ല. ഇതൊരു വലിയ പിഴവ് തന്നെയാണ്. ഇത് നിയമത്തെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ്. സഭാ നേതൃത്വം ഇടപെട്ട് ഇത്തരത്തിലുള്ള തെറ്റുകൾ തിരുത്തുന്നില്ല എങ്കിൽ ഞങ്ങൾ നിയമപരമായി മറ്റു വഴികൾ തേടേണ്ടി വരും. ആദായ നികുതി വകുപ്പിനെയും സർക്കാർ സംവിധാനങ്ങളെയും മറുതലിച്ചുകൊണ്ട് സഭ ചെയ്യുന്ന ഏത് പരിപാടികൾക്കും കനത്ത വില നൽകേണ്ടി വരും. സഭ നീതിപൂർവ്വം ഇടപെടുക. നിരുത്തരവാദിത്വം കാണിച്ച മദ്രാസ് ഭദ്രാസന കൗൺസിലിനെ എത്രയും വേഗം പിരിച്ചുവിടുക. നിരുത്തരവാദിത്വം കാണിച്ച ഭദ്രാസന സെക്രട്ടറിക്ക് ഒരു കാരണവശാലും ആ സ്ഥാനത്ത് തുടരാൻ അനുവാദമില്ല. ഭദ്രാസന ഓഡിറ്ററെ എത്രയും വേഗം മാറ്റുക. സഭയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ കഴിഞ്ഞ 3 വർഷത്തെ കണക്കുകൾ മികച്ച സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്ററെ കൊണ്ട് ഓഡിറ്റ് ചെയ്യിപ്പിക്കുക. ഓഡിറ്റ് ചെയ്ത് ഓഡിറ്റിംഗ് കമ്പനിയുടെ പേരും സീലും ഓഡിറ്റ് റിപ്പോർട്ടും ഉൾപ്പെടുത്തി കണക്കുകളും എല്ലാ റിപ്പോർട്ടുകളും ഉൾപ്പെടുത്തി ബുക്കായി പ്രിന്റ് ചെയ്ത് പൊതുയോഗ അംഗങ്ങൾക്ക് അയച്ചു കൊടുത്ത് വീണ്ടും പൊതുയോഗം വിളിച്ച് കൂട്ടുക. സഭാ നേതൃത്വത്തിൽ നിന്നും സ്വതര നടപടി പ്രതീക്ഷിക്കുന്നു. ഇല്ല എങ്കിൽ കടുത്ത നിയമ നടപടി നേരിടേണ്ടി വരുമെന്നും നിവേദനത്തിൽ പറയുന്നുണ്ട്.